ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ വീണ്ടും ഒരു സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പുതിയൊരു സിനിമ അപ്ഡേറ്റുമായാണ്. വിനീത് ശ്രീനിവാസൻ ബബ്ബബ, അതായത് നമ്മളെ ദിലീപേട്ടന്റെ പുതിയ പടം ബബ്ബബ നമ്മൾ നേരത്തെ കേട്ടതാണ്. അതിൽ വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ റിവീലേഷൻ പുള്ളി സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കത് നോക്കാം എന്താണ് അതിന്റെ വിശേഷങ്ങൾ. എഡിറ്റർ രാജൻ എബ്രഹാം, മ്യൂസിക്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഈ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ മിക്കുള്ള പടങ്ങളിൽ ഷാൻ റഹ്മാൻ ആയിരിക്കും മ്യൂസിക് ആണോ? അല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. DOP ആർമോ, അതാണ്. ആരാണ് ഈ ആർമോ? റൈറ്റർ VC പ്രവീൺ. ഗോകുലം ഗോപാലാണ് പ്രൊഡക്ഷൻ. ഗോകുലം ഫിലിംസ്. ധ്യാൻ ശ്രീനിവാസൻ. മറ്റേ എബി സിനിമയുടെ ഒരു ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. എടുത്തിട്ടുണ്ടോ? ഓ, ധ്യാൻ ശ്രീനിവാസൻ കാണിച്ചു. ശ്രീനിവാസൻ. ഇനി നോ മോർ ക്രിഞ്ച് ക്യാരക്ടർ വന്നിട്ടുണ്ട്. ഇനി നോ മോർ ക്രിഞ്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യാരക്ടർ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഈ ക്രിഞ്ച് എന്ന് കളി ഇത് ഹേറ്റേഴ്സിന്റെ ഒരു വിനീത് ശ്രീനിവാസനെ പൊതുവെ ക്രിഞ്ച് എന്ന് പറയണ. ഇനി നോ മോർ ക്രിഞ്ച്. അപ്പൊ എന്തോ ഡിഫറെന്റ് ക്യാരക്ടർ കൊണ്ടുവരാൻ പുള്ളി ശ്രമിക്കുകയാണ്. ആ ഒരു ലുക്ക് ഉണ്ട് മറ്റേ എബി സിനിമ. പിന്നെ ഇതിൽ കുറച്ച് ചോരയും കൂടെ അവിടെ ഫേസിലുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഇത്തിരി കൂടെ കോമഡി അല്ല, കുറച്ചുകൂടെ സീരിയസ് ക്യാരക്ടർ വന്നിട്ടില്ലല്ലോ. ദിലീപും വിനീതും പോയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ ഇതിൽ നമുക്ക് അത് കാണാം. അതുപോലെ തന്നെ ഇതെന്താണ്, കുറച്ച് ഈ സിനിമയിലെ വിശേഷങ്ങൾ പറയുന്ന എല്ലാവരും പറയുന്നത് ഇതൊരു വട്ട് പടമാണെന്നാണ് പറയുന്നത്. ഒരു വട്ട് പടമോ. അപ്പൊ മിക്കവാറും എല്ലാരും കൂടെ ഒരു അഴിഞ്ഞാട്ടം ആയിരിക്കാം. പിന്നെ എന്താണ്, പിന്നെ തിരിച്ചു കിട്ടണം. തീർച്ചയായും. ജനപ്രിയ നായകൻ എന്ന ടൈറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരാളാണ്. അപ്പൊ അതിലേക്ക് തിരിച്ചു വരട്ടെ. പിന്നെ വിനീതും ധ്യാനും കൂടെ ഒരുമിച്ച് വരുമ്പോ എങ്ങനെയാവും നമുക്ക് പറയണ്ട. അവരെ കെമിസ്ട്രി ഏതാണ്, കോമഡി ആക്കായിരുന്നു. അല്ല, കോമഡിയാണ്. ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാറുണ്ട്. കൂടുതലും കുടുംബകാര്യങ്ങളും. പിന്നെ അടിപൊളിയായിരിക്കും മൊത്തത്തില് ഇതിലായിരിക്കും. അപ്പൊ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ എന്താണ്, ലാലേട്ടന്റെ ക്യാമിയോ റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ ലുക്കുകളൊക്കെ വന്നു. ബബ്ബബേലി അറിഞ്ഞില്ലേ? ഞാൻ അറിയില്ല. ഉണ്ട്, ക്യാമിയോ റോൾ ഉണ്ട്. അതിന്റെ ലുക്ക് ഞാൻ കാണിച്ചു തന്നില്ലെന്ന്. അതിലാണെന്ന് പറയാനുണ്ട്. ക്യാമിയോ റോൾ ഉണ്ട്, അത് കൺഫേം. റൂമർ അല്ലല്ല. ദിലീപ് കൺഫേം ക്യാമിയോ റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല പടത്തിന്റെ ക്യാരക്ടർ. അപ്പൊ അതിന്റെ വിശേഷങ്ങളും ട്രെയിലറും ആയിട്ടൊക്കെ ഇനി വരും എന്നാണ്. എന്താ റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. ഗോകുലാണ് പ്രൊഡക്ഷൻ. ഗോകുലം മൂവീസ് ആണ്. ഇപ്പൊ ഗോകുലം മൂവീസിന്റെ കാര്യം നമ്മൾ പറയണെങ്കിലേ, ആദ്യമൊക്കെ ചരിത്ര പടങ്ങളായിരുന്നു കൂടുതൽ. ഇപ്പൊ മാറി ചിന്തിച്ച് കായംകുളം കൊച്ചുണ്ണിയും പിന്നെ പഴശ്ശിരാജ, പിന്നെ മറ്റേ സിജു വിൽസന്റെ ഒരു പടം ഉണ്ടല്ലോ, 19 നൂറ്റാണ്ട്. അങ്ങനെയുള്ള ചരിത്ര പടങ്ങൾ മാത്രം എടുത്തുകൊണ്ടിരുന്നതാണ് ബിഗ് ബഡ്ജറ്റില്. ഇപ്പൊ അത് മാറി നല്ല സ്ക്രിപ്റ്റിന് നല്ല ഇത് ഇറക്കി ചെയ്യുന്നു. ലിയോ ഒക്കെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ അതാണ്. ഏതൊരു ഘട്ടം കഴിഞ്ഞപ്പോ ഒരു നല്ല രീതിയിൽ മാറി ചിന്തിച്ചു തുടങ്ങി. ആ ടൈം വരെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആയിരുന്നു മുന്നിൽ നിന്നത്. ഇപ്പൊ ഗോകുലം പ്രൊഡക്ഷനും നല്ല ലെവലിലോട്ടായി. ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ നല്ലൊരു പ്രൊഡ്യൂസേഴ്സ്, ഒരു വലിയ ലെവലില് വലിയ പടങ്ങൾ, ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ എടുക്കാൻ പറ്റുന്ന വലിയ ലെവലിലാണ് ഇവര് നിൽക്കുന്നത്. ഇപ്പൊ കത്തനാര് വരുന്നുണ്ട്. കത്തനാട് ഗോകുലത്തിന്റെ അത്രത്തോളം വലിയ പ്രോജക്റ്റുകളാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാവ്യ ഫിലിംസ് അതുപോലെ കത്തി നിൽക്കുന്നുണ്ട്. ഇപ്പൊ മറ്റേ സുമതി വളവ് കാവ്യ ഫിലിംസിന്റെ. അതുപോലെ ഭാവന സ്റ്റുഡിയോസ് ചെറിയ ചെറിയ പടങ്ങളാണെങ്കിൽ അതെല്ലാം ഹിറ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടറാണ്. അപ്പൊ നമ്മൾ ബബ്ബബയുടെ വിശേഷമായിട്ടാണ് വന്നത്. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് എന്തോ ആയിക്കോട്ടെ. എന്തായാലും മലയാള സിനിമ വളരെ രീതിയിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ സിനിമാ വിശേഷങ്ങളായി നമ്മൾ ഉടനെ വരുന്നതാണ്. അൻഡിൽ ദെൻ, ലൈൻ കട്ട്.